മദ്യം നമ്മുടെ ശരീരത്ത് എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഒരു കാലത്ത് നമ്മളുടെ അതായത് ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകളുടെ സൊല്യൂഷൻ അല്ലെങ്കിൽ പ്രശ്നത്തിനുള്ള പരിഹാരമായിരുന്നു മദ്യം. എന്നാൽ ആ മദ്യം നമ്മുടെ ശരീരത്ത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മദ്യം കുടിക്കുമ്പോൾ നമുക്കറിയാം വായിൽ ഒരു പൊള്ളൽ പോലെയുള്ള ഒരു അനുഭവമാണ് ഉണ്ടാകുക. അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ചവർപ്പ് ആണ് നമുക്ക് ആദ്യം ഉണ്ടാകുക. പക്ഷെ അതിനൊരു ചൂടുള്ള ഒരവസ്ഥയുണ്ട്. നമ്മുടെ വായിൽ ചൂട് മനസ്സിലാക്കാൻ വേണ്ടി അതിൻ്റെ പേര് വാനിലോയിഡ് റിസപ്റ്റർ സബ് ടൈപ്പ് എന്നാണ്. അതായത് വായിൽ ചൂട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണത്. ഇതിൻ്റെ ലിമിറ്റ് അതായത് മാക്സിമം ലിമിറ്റ് 42°C ആണ്. അപ്പോൾ മദ്യം നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ ഇത് 34 ഡിഗ്രി ആയിട്ട് കുറയും. നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ ബോഡി ടെമ്പറേച്ചർ 37°C ആണ്. അപ്പോൾ 34 ഡിഗ്രി ആയി കുറയുന്ന നമ്മുടെ ടെമ്പറേച്ചർ വായിലെ ടെമ്പറേച്ചർ നമ്മുടെ ശരീരത്തിന് 37 ഡിഗ്രി ആയതുകൊണ്ട് നമ്മൾക്ക് ഒരു ചൂട് അനുഭവപ്പെടും. നമ്മളെ പൊള്ളിക്കാൻ തുടങ്ങും. 34 ഡിഗ്രിയുള്ള ചൂട് അല്ല വായിൽ മദ്യം 34 ഡിഗ്രി ആയി മാറുമ്പോൾ 37 ഡിഗ്രിയുള്ള നമ്മുടെ ശരീരത്തിലെ ചൂട് നമ്മളെ പൊള്ളിക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്കൊരു ചൂട് അനുഭവപ്പെടുന്നത് ശരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ താപനിലയിലുണ്ടാകുന്ന മദ്യം കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ താപനിലയിലുണ്ടാകുന്ന ഒരു വ്യത്യാസം മൂലമാണ്. അതല്ലാതെ മദ്യമല്ല അതിനെ ചൂട് നമ്മുടെ ശരീരത്തെ ചൂടാക്കുന്നത്. സ്വാഭാവികമായി മദ്യം 34 ഡിഗ്രിയായി കുറയുമ്പോൾ 37 ഡിഗ്രിയുള്ള നമ്മുടെ ശരീരത്തിന് ചൂട് കൂടുതലായി അനുഭവപ്പെടുന്നതാണ്. ആമാശയത്തിലും ചെറുകുടലിലുമായിട്ടാണ് മദ്യം ബ്ലഡിലേക്ക് ഒബ്സർവ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ആഗിരണം ചെയ്യപ്പെടുന്നത്. ആമാശയത്തിനും ചെറുകുടലിനും ഇടയിൽ ഒരു പൈലൂഡിയം സ്പിഞ്ചർ മസിലുകളുണ്ട്. ആമാശയത്തിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ ഈ വാൽവ് അടഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ ആമാശയത്തിൽ നിന്ന് ചെറുകുടലിലേക്ക് മദ്യം പോകാനായിട്ട് സാധിക്കുക. മദ്യത്തിൻ്റെ ആയാലും ഭക്ഷണ പദാർത്ഥങ്ങളുടെ ആയാലും ഒരു ഏറിയ പങ്കും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് ചെറുകുടലിൽ വെച്ചാണ്. അപ്പോൾ നമ്മുടെ വയറ്റിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ മദ്യം ചെറുകുടലിൽ എത്താതിരിക്കുന്നത് മൂലം ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യുന്നത് വളരെ സാവധാനമായിരിക്കും. ഒരു തവണ മദ്യം ബ്ലഡിലേക്ക് ആഗിരണം ചെയ്താൽ ബ്ലഡിലെ ഈ ബ്ലഡ് വഴി ഈ മദ്യം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും തന്നെ പോകും. ശരീരം മദ്യത്തിനെ ഒരു വിഷമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കരള് എപ്പോഴും മദ്യം വരുന്ന വഴി തന്നെ അത് ഫിൽട്ടർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. മദ്യം എന്നാൽ ഈഥൈൽ ആൽക്കഹോളാണ്. കരള് ആദ്യം മദ്യത്തെ ചില എൻസൈമിൻ്റെ സഹായത്തോടു കൂടി അസറ്റാൽഡൈഹൈഡ് എന്ന് പറയുന്ന ഒരു അമ്ലമായിട്ട് മാറ്റും. പിന്നെ അതിനെ അസറ്റേറ്റ് ആയിട്ട് മാറ്റും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അസാൽഡിഹൈഡ് എന്ന് പറയുന്നത് വിഷമാണ്. അസറ്റേറ്റ് വിഷമല്ലാത്ത പദാർത്ഥമാണ്. പക്ഷേ അസൽഡൈഹൈഡ് എന്ന് പറയുന്ന രാസാഗ്നി അത് വിഷമാണ്. അസാൽഡൈറ്റ് നമ്മളുടെ മൂത്രത്തിൻ്റെ കൂടെ പുറത്തു പോകുന്നൊരു കോമ്പൗണ്ടാണ്. കരളിന് നമുക്കറിയാവുന്നതുപോലെ മദ്യത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതിൽ ഒരു കപ്പാസിറ്റി ഉണ്ട്. അതായത് ഒരു മണിക്കൂറിൽ 15 ml മില്ലി ആണ് ഒരു കരളിന് വഹിക്കാവുന്ന തോത്. 15 ml മദ്യം മാത്രമേ ഒരു മണിക്കൂറിൽ ശുദ്ധീകരിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ കുടിക്കുന്ന മദ്യം അളവ് ഈ ഒരു മണിക്കൂറിൽ 15 ml കൂടുതലാണ് എങ്കിൽ കുടിക്കുന്ന ഓരോ അളവും വയറ്റിൽ കേന്ദ്രീകരിക്കുകയും കരള് വളരെ പതുക്കെ അത് നിർവീകരണം നടത്തുകയും ചെയ്യും. ബ്ലഡിലുള്ള മദ്യത്തിൻ്റെ അളവ് നമുക്കറിയാം. ബ്ലഡ് ആൽക്കഹോൾ കണ്ടന്റ് അഥവാ BAC എന്ന് നമ്മൾ പറയാറുണ്ട്. മദ്യം കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ശരീരം ചൂടായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. ഇതിന് കാരണം മദ്യം കുടിച്ചു കഴിയുമ്പോൾ നമ്മുടെ രക്തക്കുഴലുകൾ വലുതാകുന്നത് കൊണ്ടാണ്. ഈ പ്രക്രിയയാണ് നമ്മുടെ മെഡിക്കൽ സയൻസ് വാസോ ഡൈലേഷൻ എന്ന് പറയും. രക്തക്കുഴലുകൾ വലുതാകുന്ന സമയത്ത് നമ്മളുടെ തൊലിക്കടിയിലൂടെ ചൂട് രക്തം ഇരച്ചു കയറും. അതുകൊണ്ടാണ് നമുക്ക് ശരീരം ചൂടാകുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് വരുന്നത്. അപ്പോൾ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളെന്ന പോലെ തന്നെ ഈ രക്തം ബ്രെയിനിലേക്കും, അതായത് മദ്യം കലർന്ന രക്തം ബ്രെയിനിലേക്കും കടന്നു ചെല്ലും. മദ്യപിക്കുമ്പോൾ നമുക്ക് കൂടെ മൂത്രശങ്ക ഉണ്ടാവാറുണ്ട്. അതിന് കാരണം എന്താണെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ് പീറ്റ്യൂട്ടറി ഗ്രന്ഥി. ഇത് പുറപ്പെടുവിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ. ഈ വാസോപ്രസിൻ എന്ന് പറയുന്ന ഇതാണ് നമ്മളുടെ ശരീരത്തിനകത്ത് എത്രമാത്രം വെള്ളം ഒബ്സോർബ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്.
ബ്ലഡിൽ അടങ്ങിയിരിക്കുന്ന മദ്യം ഈ വാസോപ്രസ്സിനെ തടഞ്ഞു വെക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ വെള്ളം ഒബ്സർവ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ശരീരത്തിലുള്ള വെള്ളമെല്ലാം മൂത്രമായിട്ട് പുറത്തു പോകുന്നത്. അതുകൊണ്ടാണ് മദ്യപിച്ച ഒരാൾക്ക് ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ മൂത്രത്തിൻ്റെ കൂടെ കോശവിഘടന പ്രവർത്തനത്തിന് ആവശ്യമായ പൊട്ടാഷ്യം, മഗ്നീഷ്യം ഇവ കൂടി നഷ്ടപ്പെടുന്നു. അപ്പോൾ കോശപ്രവർത്തനത്തിന് ആവശ്യമായ പൊട്ടാഷ്യം, മഗ്നീഷ്യം, സാൾട്ട് എന്നിവ മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ ഡീഹൈഡ്രേഷനും നമ്മുടെ ശരീരത്ത് വിഷാംശമായി മാറിയ അസാൽഡിഹൈഡേറ്റും കൂടി ചേർന്നാണ് പിറ്റേ ദിവസം നമുക്ക് തോന്നുന്ന ഹാങ് ഓവറിനുള്ള പ്രധാന കാരണം. അതുകൊണ്ട് തന്നെയാണ് പിറ്റേ ദിവസം നമുക്ക് ഹാങ് ഓവറും തലവേദനയും ഉണ്ടാകുന്നത്. മദ്യം നമ്മുടെ തലച്ചോറിൽ ലഹരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തലച്ചോറിൽ സിഗ്നൽ പാസ് ചെയ്യുന്നത് ന്യൂറോൺസ് വഴിയാണ്. അതിന് നമ്മൾ നെർവ് സെല്ല് എന്നാണ് വിളിക്കുക. 2 ന്യൂറോൺസ് അല്ലെങ്കിൽ ന്യൂറോൺസ് പരസ്പരം ടച്ച് ചെയ്യല്ല ഇരിക്കുന്നത്. അല്ലെങ്കിൽ നാഡീവ്യൂഹങ്ങൾ 2 നാഡീവ്യൂഹങ്ങൾ പരസ്പരം ടച്ച് ചെയ്തല്ല, മുട്ടി ഒരുമയല്ല ഇരിക്കുന്നത്. അങ്ങനെ മുട്ടിയിരിക്കാത്തത് കൊണ്ട് ആ ഗ്യാപ്പിനെ സിനാപ്സ് എന്നാണ് ആ ഗ്യാപ്പിനെ പറയുക. സിനാപ്സിൻ്റെ ഇടയിലൂടെ ഈ സിനാപ്സ് എന്ന് പറയുന്ന ഈ വടിവിലൂടെ സിഗ്നൽസ് കടത്തിക്കൊണ്ട് പോകുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റേഷൻ എന്ന് പറയുന്ന ചെറിയ മോളിക്യൂൾസ് ആണ്. ഇവയെ പ്രധാനമായിട്ട് 2ആയിട്ട് ആണ് തരംതിരിക്കുക. അതിന് എക്സൈറ്റേറ്ററി എന്നും ഇൻഹിബിറ്ററി എന്നുമാണ് അതിൻ്റെ പേര്. എക്സൈറ്റേറ്ററി എന്ന് പറഞ്ഞാൽ ഈ സിഗ്നലിൻ്റെ വേഗം കൂട്ടി ബ്രെയിൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ തലച്ചോറിൻ്റെ പ്രവർത്തനം സ്പീഡാക്കുന്നതാണ്. ഇൻഹിബിറ്ററി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന തന്മാത്രകൾ കടന്നു പോകുന്നതിൻ്റെ സ്പീഡ് കുറച്ച് ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി കുറയ്ക്കുന്നതാണ്. ഒരാളുടെ ബ്രെയിൻ ആക്ടിവിറ്റി കൂടുമ്പോൾ നമ്മുടെ മസിലുകളെ തലച്ചോറ് ഫയർ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് മദ്യപിച്ച ഒരാൾക്ക് വിറയൽ അനുഭവപ്പെടുന്നത്. അങ്ങനെയുള്ള ഇതിൻ്റെ കൂടിയ കേസുകളിലാണ് നമുക്ക് അപസ്മാരം വരുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഉറക്കമില്ലായ്മ വരുന്നു. ഇതിലും കൂടിയ കേസുകളിലാണ് നമ്മൾ സീസോഫ്രീനിയ പോലെയുള്ള ഭ്രാന്തമായ ഒരു അവസ്ഥയിൽ മനുഷ്യൻ പോകുന്നത്. മാനസിക വിഭ്രാന്തി സൃഷ്ടിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബ്രെയിനിൻ്റെ സ്പീഡ് കൂടി ഇതുപോലെ മസിലിനും അതൊക്കെ വിറയലൊക്കെ അനുഭവപ്പെടുമ്പോൾ അതിൻ്റെ ആക്ടിവിറ്റി കുറയ്ക്കാനായിട്ട് ബ്രെയിൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പ്രവർത്തനം ബ്രെയിനെ ശാന്തമാക്കുക, നന്നായി ഉറങ്ങാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഷൻ വരുമ്പോൾ നമുക്ക് കൂടുതൽ റിലാക്സ്ഡ് ആവും. മദ്യം പ്രധാനമായിട്ട് ഇടപെടുന്നത് 2 ന്യൂറോ ട്രാൻസ്മിറ്റേഷനുമായിട്ടാണ്. 1 എന്ന് പറയുന്നത് ഗ്ലൂട്ടമിൻ, 2 എന്ന് പറയുന്നത് ഗാബ. ഗ്ലൂട്ടമിൻ നമ്മൾ പറഞ്ഞ പോലെ എക്സോട്ടേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ഗാബ അതായത് ഗ്ലൂട്ടമേറ്റ് എന്ന് പറയുന്ന ഇത് ബ്രെയിൻ സ്പീഡാക്കാനായിട്ട് ഉപയോഗിക്കുക. ഗാബ ഒരു ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. അതായത് ബ്രെയിൻ ആക്ടിവിറ്റി സ്ലോ ആക്കാനാണ് ഇത് ഉപയോഗിക്കുക. മദ്യം ഗ്ലൂട്ടമേറ്റിൻ്റെ അളവ് കുറയ്ക്കുകയും ഗാബയുടെ അളവ് കൂട്ടുകയും ചെയ്യുന്നു. അതുവഴി ബ്രെയിൻ ആക്ടിവിറ്റി സ്ലോ ആകുന്നു. ഈ ബ്രെയിൻ ആക്ടിവിറ്റി സ്ലോ ആകുമ്പോഴാണ് നമുക്കൊരു റിലാക്സ് ഫീലിംഗ് വരുന്നത്. നമുക്ക് ഉറക്കം കിട്ടുന്നതായി തോന്നും. ചിലർക്ക് മദ്യപിക്കുമ്പോൾ സ്ട്രെസ് കുറയുന്നതായി തോന്നുന്നതും ഉറക്കം കൂടുന്നതായും ഊർജം കൂടുന്നതായൊക്കെ ആയി തോന്നുന്നതിനുള്ള ഒരു കാരണം ഇതാണ്. ബ്രെയിൻ ആക്ടിവിറ്റി സ്ലോ ആകുമ്പോൾ ഇത് ബ്രെയിനിൻ്റെ മറ്റു ഭാഗങ്ങളെയും ബാധിക്കും. ഉദാഹരണത്തിന് സെറിബെല്ലമാണ് നമ്മുടെ അംഗചലനങ്ങളെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ സെറിബെല്ലം സ്ലോ ആകുമ്പോൾ നമുക്കിടെ അംഗചലനങ്ങൾക്കുള്ള കാര്യങ്ങൾ സ്ലോ ആകുന്നു. അതുകൊണ്ടാണ് നമുക്ക് മദ്യപിച്ച് കഴിയുമ്പോൾ കൃത്യമായി നടക്കാനോ ഇരിക്കാനോ കഴിയാത്തത്. നമ്മുടെ ഫ്രണ്ടൽ കോർട്ടെക്സ്, അതായത് നമ്മുടെ തലയോട്ടിയുടെ മുന്നിലുള്ള അല്ലെങ്കിൽ മുന്നിലുള്ള ഭാഗങ്ങളാണ് നമ്മൾ എന്തൊക്കെ കണ്ട് തീരുമാനമെടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. അതാണ് ഉചിതമായ തീരുമാനം എടുക്കാൻ നമ്മളെ സഹായിക്കുക. ഇത് സ്ലോ ആകുന്നു മദ്യപിക്കുന്നത് മൂലം. അപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പലതും മണ്ടത്തരങ്ങളാകുന്നു. മെഡുല്ലയാണ് നമ്മുടെ ശ്വാസോച്ഛ്വാസവും ഹാർട്ട് റേറ്റും തീരുമാനിക്കുന്നത് ഈ മെഡുല്ലയാണ്. ഇപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് ആൽക്കഹോൾ കണ്ടന്റ് 0.5% കൂടുതലായി കഴിഞ്ഞാൽ ഇത് മെഡുല്ലയെ സാരമായി ബാധിക്കും. അതുകൊണ്ടാണ് ചില മദ്യപന്മാർ കോമയിലേക്കോ അല്ലെങ്കിൽ മരിച്ചു പോകാനുള്ള സാധ്യതകളും ഉണ്ട്. ഒരാൾ ഒരിക്കൽ മദ്യപിച്ച് എന്ന് കരുതി ഗാബ ഗ്ലൂട്ടമേറ്റ് ലെവൽ ഇൻബാലൻസഡ് ആകുന്നില്ല. ബ്ലഡിൽ ആൽക്കഹോൾ കണ്ടന്റ് കുറയുന്നതിനനുസരിച്ച് അത് പൂർവ്വസ്ഥിതിയിലേക്ക് ആവുകയും ചെയ്യും. എന്നാൽ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരാളുടെ കാര്യം അങ്ങനെയല്ല. അയാളുടെ ഗാബ ഗ്ലൂട്ടമേറ്റ് ലെവൽ ഇംബാലൻസിലേക്ക് പോകും. അപ്പോൾ ബ്രെയിൻ ഇത് മനസ്സിലാക്കിയിട്ട് സ്ഥിരം കുടിക്കുന്ന ഒരു മദ്യപാനിയുടെ ഗാബ കുറച്ച് ഗ്ലൂട്ടമേറ്റ് ലെവല് അഡ്ജസ്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇപ്പോൾ ഒരാൾ പൂസാകുക അല്ലെങ്കിൽ ലഹരി എന്ന് പറയുന്നത് ഈ ഗാബ ഗ്ലൂട്ടമേറ്റ് ലെവല് തലച്ചോറിൽ ഉണ്ടാകുന്ന ഇംബാലൻസിനെയാണ്.
ഗാബ ഗ്ലൂട്ടമേറ്റ് ലെവല് മദ്യം മൂലം ഇംബാലൻസ്ഡ് ആയതിനെ ബ്രെയിൻ ഓട്ടോമാറ്റിക് ബാലൻസ് ആകാൻ ശ്രമിക്കും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾക്ക് പണ്ട് കിട്ടിയിരിക്കുന്ന ലഹരി അത്രത്തോളം കിട്ടുകയില്ല. അപ്പോൾ വീണ്ടും കിട്ടാൻ വേണ്ടി കൂടുതൽ മദ്യപിക്കാൻ തുടങ്ങും. അങ്ങനെ കൂടുതൽ മദ്യം കഴിക്കുമ്പോൾ ബ്രെയിന് മാത്രമല്ല നമ്മുടെ കരളിനും പാങ്ക്രിയാസിനും ലിവറിനും എല്ലാം ഇത് ബാധിക്കും. സ്ഥിരമായി മദ്യപിക്കുന്ന ഒരാൾ വീണ്ടും മദ്യപിക്കുമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഗ്ലൂട്ടമേറ്റ് ലെവല് കൂട്ടി ഗാബ ലെവല് കുറച്ച് ബ്രെയിൻ കാത്തിരിക്കും. അങ്ങനെ മദ്യം വരുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ബ്രെയിൻ ഓവർ എക്സൈറ്റഡ് ആകും. ബ്രെയിൻ ആക്ടിവിറ്റീസ് സ്പീഡ് ആകുമ്പോൾ നമ്മൾ വിറയൽ അനുഭവപ്പെടുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. വലിയ കേസുകളിൽ ഇത് അപസ്മാരം വരെയാകും. ഉറക്കമില്ലായ്മയും സ്ട്രെസ് വളരെ കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടും. വലിയ തോതിലുള്ള മൂഡ് സ്വിങ്ങുകൾ അല്ലെങ്കിൽ നമ്മുടെ മൂഡിൻ്റെ മാറ്റങ്ങളുണ്ടാകും. എക്സ്ട്രീം കേസുകളിൽ മാനസിക വിഭ്രാന്തി വരെ വരും. ബ്രെയിൻ ആക്ടിവിറ്റീസ് സ്പീഡ് ആകുമ്പോൾ കാണിക്കുന്ന വിഭ്രാന്തികളാണ് നമ്മൾ ഈ പറയുന്ന വിറയൽ, അപസ്മാരം ഇതൊക്കെയായിട്ട് നമ്മുടെ ശരീരം പ്രകടിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ മദ്യത്തിന് അഡിക്റ്റായി പോകുന്നത്? മദ്യത്തിൻ്റെ എന്നല്ല, എല്ലാ അഡിക്ഷൻ്റെയും പിന്നിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ഡോപ്പമിൻ ആണ്. നമ്മുടെ തലച്ചോറിലെ റിവാർഡ് പാത്വേ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത്. ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോഴാണ് ഈ റിവാർഡ് പാത്വേ ആക്ടിവേറ്റ് ആകുന്നത്. നമ്മുടെ നിലനിൽപ്പിന് സഹായിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഡോപ്പാമിൻ. നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ പ്രവൃത്തികളും, ഉദാഹരണത്തിന് ഉൽപാദന പ്രവൃത്തികൾ, ഭക്ഷണം കഴിക്കുമ്പോഴും അതല്ലെങ്കിൽ നമ്മൾ നാടകം, സിനിമ എന്നിവ കാണുമ്പോഴും ഡാൻസ് കളിക്കുമ്പോഴും എല്ലാം ഈ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഡോപ്പമിൻ ബ്രെയിനോട് പറയുന്നതാണ് ഇദ്ദേഹം ചെയ്യുന്നത് നിലനിൽപ്പിന് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഡോപ്പമിൻ ആണ് ബ്രെയിനോട് ഇയാൾ ചെയ്യുന്ന ഈ പ്രവൃത്തി വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് തലച്ചോറിനോട് ആവശ്യപ്പെടുന്നത്. മദ്യം കഴിക്കുമ്പോഴും ഡോപ്പമിൻ പ്രൊഡ്യൂസ് ആകുന്നുണ്ട്. ബ്രെയിൻ ഇതെന്തോ നല്ല കാര്യമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ആവശ്യപ്പെടും. അങ്ങനെയാണ് ഒരാൾ മദ്യത്തിന് അഡിക്റ്റ് ആയിത്തീരുന്നത്. അമിത മദ്യപാനം മറ്റ് ശരീരഭാഗങ്ങൾ എന്ന പോലെ നമ്മുടെ തലച്ചോറിനെയും ബാധിക്കുന്നു. ഈ നെർവ് സെല്ലുകളുടെ അറ്റത്തുള്ള അല്ലെങ്കിൽ ന്യൂറോൺസിന്റെ അറ്റത്തുള്ള ശാഖകളെയാണ് നമ്മൾ ഡെൻഡ്രോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മദ്യം ഈ ന്യൂറോൺസിന്റെ അറ്റത്തുള്ള ഡെൻഡ്രോയിഡ്സിനെ നശിപ്പിച്ചു കളയുന്നത് കൊണ്ടാണ് നമുക്ക് ഓർമ്മക്കുറവ് ഉണ്ടാകുന്നത്. ഒരു കാര്യം ചെയ്യാനുള്ള കഴിവ് കുറയുന്നത് അതുകൊണ്ടാണ്. മദ്യം കരളിനെയും പാങ്ക്രിയാസിനെയും ഹാർട്ടിനെയും എല്ലാം വളരെയധികം ബാധിക്കും. ചില ക്യാൻസറേക്ക് വരെ അമിത മദ്യപാനം നയിച്ചേക്കും. അപ്പോൾ മദ്യം നമ്മുടെ തലച്ചോറിലും ശരീരത്തിലും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കി വിവേകത്തോടുകൂടി പെരുമാറുക എന്നുള്ളതാണ് നമ്മുടെ കാര്യം. ഒരു അമിത മദ്യപാന രോഗി താൻ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും മദ്യപിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. സാധാരണ മദ്യപിക്കുന്ന അല്ലെങ്കിൽ സേഫായിട്ട് മദ്യപിക്കാൻ കഴിയുന്ന ഒരാൾ മദ്യം കഴിച്ചു കഴിയുമ്പോൾ അത് അസിറ്റാൽഡെഹൈഡും ഡയസറ്റിക് ആസിഡും അസറ്റോണുമായിട്ട് വിഘടിപ്പിച്ചതിന് ശേഷം മദ്യം വാട്ടർ, ഷുഗർ, കാർബൺ ഡയോക്സൈഡ്, അതായത് വെള്ളം, പഞ്ചസാര, കാർബൺ ഡയോക്സൈഡ് ആയിട്ട് വിഘടിക്കും. അതോടുകൂടി അയാളിൽ പിന്നെ ക്രേവിംഗ് ഉണ്ടാകുന്നില്ല, അടുത്ത ലെവലിലേക്ക് മദ്യപിക്കാനായിട്ട് തോന്നില്ല. പക്ഷേ അസാധാരണമായിട്ട് മദ്യപിക്കുന്ന ഒരാൾ, അയാളുടെ ശരീരത്ത് ഒരു മദ്യം ചെന്ന് കഴിയുമ്പോൾ അത് അസറ്റാൽഡെഹൈഡും ഡയസറ്റിക് ആസിഡുമായിട്ട് മാറിയതിന് ശേഷം ഉണ്ടാകുന്ന അസറ്റോൾ ലെവലിൽ വെച്ച് വീണ്ടും വീണ്ടും മദ്യപിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ 1 ഡ്രിങ്ക്, 2 ഡ്രിങ്ക്, 3 ഡ്രിങ്ക് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആർത്തി അല്ലെങ്കിൽ ക്രേവിങ് കൂടുകയും അദ്ദേഹം ഭയങ്കര റെസ്റ്റ്ലെസ്, ഇറിറ്റബിൾ, ഡിസ്കണ്ടന്റ്, അസ്വസ്ഥനും ചുണ്ടിക്കാരനും അസംതൃപ്തനുമായി മാറുകയാണെന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ സാധാരണ മദ്യപാനിക്ക് മദ്യം കഴിക്കുക എന്നുള്ളത് ഈസാണ് അല്ലെങ്കിൽ ആയാസകരമാണ്. പക്ഷേ അമിത മദ്യപാന രോഗിക്ക് ഇത് ഡിസീസാണ് അല്ലെങ്കിൽ രോഗമാണ്. അതായത് ഫിസിക്കൽ ആയിട്ട് ഒരാൾക്ക് ഒരു പെഗ് സ്വതന്ത്രമായിട്ട് അല്ലെങ്കിൽ ഒരു പെഗ് കഴിച്ച് നിർത്താൻ അല്ലെങ്കിൽ ആദ്യത്തെ കുടി കഴിച്ചിട്ട് നിർത്താൻ സാധിക്കുന്നില്ല എങ്കിൽ അയാൾ ഫിസിക്കലായിട്ടുള്ള ഒരു അലർജിയുടെ ആളാണ് അല്ലെങ്കിൽ ഒരു മാനസികമായ ഒരു സമ്മർദ്ദത്തിന് ആളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒബ്സഷനും നമ്മുടെ ഈ ശരീരത്തിൻ്റെ അലർജിയും, അതായത് മാനസിക സമ്മർദ്ദവും ശരീരത്തിൻ്റെ അലർജിയും ഉള്ളത് കൊണ്ടാണ് ഒരു അഡിക്റ്റിനോട് നമ്മൾ വീണ്ടും കഴിക്കരുത് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വിൽ പവർ കൊണ്ട്, അതായത് വിൽ പവർ ആടും മാനസിക സമ്മർദ്ദം ആനയാണെന്ന് പറയും. അപ്പോൾ ആട് കൊണ്ട് ആനയെ തോൽപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഒരു ആത്മീയതയിലേക്ക് ഊന്നിയുള്ള ഒരു ജീവിതമാണ് ഒരു അമിത മദ്യാസക്തൻ സ്വീകരിക്കേണ്ടത് എന്ന് പറയുന്നത്. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസ് ഒരു സ്പിരിച്വാലിറ്റി കണ്ടെത്തുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഒരു റിലാപ്സ് പ്രിവെൻഷൻ പ്രോഗ്രാമാണ്. താങ്ക് യു.